ദിസ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്. അതെന്ന് പറയുമ്പോഴത്തേക്കും കുട്ടീനെ റീഇൻഫോഴ്സ് ചെയ്യണം, കുട്ടീനെ പ്രേസ് ചെയ്യണം. കുട്ടി എന്ത് ചെറിയ കാര്യം ചെയ്താലും നമ്മൾ അതിനെ എൻകറേജ് ചെയ്യണം. ഹലോ, എൻ്റെ പേര് നസീബയാണ്. ഞാൻ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 5 പേരൻ്റൽ ടിപ്സ് ആണ്. ഈ പേരൻ്റൽ ടിപ്സ് നമ്മൾ ഡെയിലി റൂട്ടീനിൽ എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്തിട്ട് കുട്ടിയുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. സോ ആദ്യത്തെ ടിപ്പ് പറയാൻ പോവാം. സോ ഫസ്റ്റ് വൺ ഇസ് കുട്ടീൻ്റെ അടുത്ത് നന്നായി സംസാരിക്കണം. അപ്പോൾ ഈ നന്നായിട്ട് സംസാരിക്കണം എന്ന് വെച്ചാൽ എന്താണെന്നല്ലേ, ഈ കുട്ടിയുടെ ഡെയിലി റൂട്ടീൻ ഉണ്ടാവുമല്ലോ, കുട്ടിയുടെ പ്ലേ ടൈം അല്ലെങ്കിൽ മീൽ ടൈം അല്ലെങ്കിൽ ബാത്ത് ടൈം, ഈ എല്ലാ ആക്ടിവിറ്റീസ് കുട്ടീൻ്റെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ കുട്ടീനെ കുളിപ്പിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് പറയാമെന്ന് വെച്ചാൽ, വെള്ളം എടുത്ത് ഒഴിച്ചു, കയ്യിൽ സോപ്പ് തേച്ചു, കാലിൽ സോപ്പ് തേച്ചു. അപ്പം ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടി കുറേ വേർഡ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ കേൾക്കുന്ന വേർഡ്സ് കുട്ടി പിന്നെ അത് എക്സ്പ്രസ് ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഇതാണ് ആദ്യത്തെ. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെയിലി ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഒരു റീഡിങ് ടാസ്ക് പോലെ കൊടുക്കുക. അത് റീഡിങ് ടാസ്ക് ആവണമെന്നില്ല. ഒരു പിക്ചർ ബുക്ക് തുറന്നിട്ട് ഒറ്റൊരു പേജിൽ അതിൽ എന്തൊക്കെ പിക്ചേഴ്സ് ഉണ്ട് അതൊക്കെ കുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുക, ഇമിറ്റേറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ റിപ്പിറ്റേഷൻ പോലെ ചെയ്യിപ്പിച്ചാലും മതി. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുട്ടി കുറേ വൊക്കാബുലറീസ് ബിൽഡ് ചെയ്യും. അപ്പം നമ്മൾ അതായാലും അതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഒരു എലിഫൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു എലിഫൻറ്റ് ആണ്, ഒരു ബിഗ് എലിഫൻറ്റ് ആണ്, ഒരു സ്മോൾ എലിഫൻറ്റ് ഉണ്ട്. അപ്പോൾ ആ സൈസ് കോൺസെപ്റ്റും അപ്പോൾ കുറേ അങ്ങനത്തെ കോൺസെപ്റ്റ്സ് കുട്ടിക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു റീഡിങ് ആക്ടിവിറ്റീസ് ഡെയിലി ചെയ്യുന്നത് ഒരു നല്ലൊരു ടിപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കാണ്ട് ചോയ്സസ് കൊടുക്കുക. ഇപ്പം നമ്മൾ കുട്ടീനോട് ചോദ്യങ്ങൾ ചോദിക്കുക, ഒരു ഓറഞ്ച് ജ്യൂസ് വേണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ആൻസർ ലിമിറ്റഡാണ്, യെസ് ഓർ നോ അല്ലെങ്കിൽ ഒരു ഹെഡ് ജസ്റ്റേഴ്സ് ആയിട്ട് ലിമിറ്റഡ് ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ട് നമ്മൾ ചോയ്സ് ആയിട്ട് കൊടുക്കുക. ഓറഞ്ച് ജ്യൂസ് വേണോ ഓർ ആപ്പിൾ ജ്യൂസ് വേണോ? അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുട്ടീനെ എൻകറേജ് ചെയ്യുക വൊക്കാബുലറീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് കുട്ടി സെലക്ട് ചെയ്ത് പറയണം ഓറഞ്ച് ജ്യൂസ് ഓർ ആപ്പിൾ ജ്യൂസ്. അപ്പം ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ കുട്ടീനെ എൻകറേജ് ചെയ്യാൻ ആ സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ് ലെവലിലെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ. അപ്പം ഇതാണ് ഫോർത്ത് ടിപ്പാണ്. ഈ ഫോർത്ത് ടിപ്പിന് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് ടിപ്പ് എന്ന് പറയാം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും പേരൻസ് ഒരു ചോദ്യം ചോദിച്ചിട്ട് ആസ് എ പേരൻറ്റ് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് ടിൽ ആർ കിഡ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ കിട്ടുന്നവരെ നമുക്കൊരു പേഷ്യൻസ് ഉണ്ടാവണം. എല്ലാ കുട്ടികൾ അപ്പം തന്നെ റിപ്ലൈ ചെയ്യണമെന്നില്ല. അവർ കുറച്ച് ടൈം എടുക്കും ആ ഒരു ക്വസ്റ്റ്യൻ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം പറയാൻ. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കുക ടു തിങ്ക് ആൻഡ് ദെൻ ടു എക്സ്പ്രസ് ദ ഫീലിങ്സ്. Now is the last tip and this is the most important tip. അതെന്ന് പറയുമ്പോഴത്തേക്കും കുട്ടീനെ റീഇൻഫോഴ്സ് ചെയ്യണം, കുട്ടീനെ പ്രേസ് ചെയ്യണം. കുട്ടി എന്ത് ചെറിയ കാര്യം ചെയ്താലും നമ്മൾ അതിനെ എൻകറേജ് ചെയ്യണം. ലൈക്ക് വാവ്, വെരി ഗുഡ്, ഒരു സ്മൈൽ ആയാലും മതി, ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആയാലും മതി. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുട്ടി കുറച്ചും കൂടി എൻകറേജ് ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും കുട്ടി ഒരു ആൻസർ പറയാണ്, ഒരു 1 വേർഡ് ആൻസർ ആയിരിക്കാം അത്. അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ അപ്പം തന്നെ ഒരു വേർബൽ അല്ലെങ്കിൽ ഒരു ഗുഡ് ഔട്ട്പുട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുട്ടി കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് പിന്നെ നെക്സ്റ്റ് ഒരു അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴും കുട്ടി അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ ട്രൈ ചെയ്യും. സോ ദീസ് സ്മോൾ സ്റ്റെപ്സ് വിൽ ലീഡ് ടു എ ബെറ്റർ പ്രോഗ്രസ് ഇൻ ദ ഫ്യൂച്ചർ തെറപ്പി. താങ്ക് യു.